തൂമണം കാറ്റിൽ നിറഞ്ഞു വന്നല്ലോ നീ എൻ പൂത്തുമ്പിയാ. ആവണി പൊന്നു ഞാലാടിക്കാം നിന്നെ ഞാൻ ആയില്യം കാവിലെ വെണ്ണിലാവേ. കിട്ടില്ലായിരുന്നു. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. എന്തുവായിരുന്നു കേറിയപ്പോ എന്തൊരു പേടിയായിരുന്നു. ഇതിന്റെ അകത്ത് കേറിട്ട് എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയേ. ഇതിനകത്ത് കയറി കഴിഞ്ഞിട്ട് നമ്മക്കായിരുന്നു പേടി അവരെ കണ്ടിട്ട്. ആ നാണിച്ച് ഓടിയതൊക്കെ കണ്ടു. അസാധ്യം. പാറു നിനക്ക് നിറയെ പഠിക്കേണ്ടിയിരിക്കുന്നു. ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് ആ ഓട്ടം ഒന്നും ഇവിടെ കാണണം. നീ മറിഞ്ഞു വീഴാനായിരിക്കും. ഇല്ല ഇല്ല ഇല്ല, നാണിച്ചുള്ള ഓട്ടം ഇവിടെ നിന്നായിരുന്നു ഓടിയത്. ഞാൻ വരച്ച് പാമ്പിനെ കണ്ടാ ഓടിയെന്നു. അല്ല എന്തൊക്കെയാലും ഇതൊക്കെ അവിടെ ചെയ്യാന്ന് പറഞ്ഞുള്ള കാര്യം. അവര് നിങ്ങളൊക്കെ മുമ്പിൽ സ്റ്റേജിലൊക്കെ കയറി ഇങ്ങനൊക്കെ പെർഫോം ചെയ്തിട്ടുള്ളവരാണോ? അല്ല. അപ്പൊ ഇത് ഗ്രേറ്റ് പെർഫോമൻസ്. അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അല്ല ഇത് എന്തായിരുന്നു സംഭവിച്ചത്? പെണ്ണിനെ കണ്ട് ബോധം പോയതാണോ? എങ്ങനായിരുന്നു? ഇത്രയുള്ള കാര്യം. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയി. ആ കാക്കയായിരുന്നു താങ്കൾ. കൊത്താൻ നടക്കുക. പക്ഷെ അതൊക്കെ നല്ലതായിരുന്നു, നല്ല രസമായിരുന്നു. അല്ല ഇദ്ദേഹത്തിന് ഈ പെണ്ണിന് കണ്ടാണോ ബോധം പോയത്? ഇവിടെ ഇങ്ങനെ വീഴുന്നുണ്ട്, അങ്ങനാണോ? അല്ല, അത് അവന്റെ തലയടിച്ചിട്ട് വീണത്. അത് ഞാൻ നോക്കിയില്ല. ഈ ചെറുക്കൻ ഈ ശ്രുതിയൊക്കെ വിട്ട് പാടിയിട്ട് എഴുതുമായിരുന്നു. എന്റെ കോൺസെൻട്രേഷൻ കളഞ്ഞാ പോലെ. പക്ഷെ നിങ്ങള് ഫാമിലി നിങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞതിലും കുറെ സന്തോഷം. എല്ലാരും മനോഹരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു സംശയവുമില്ല. ഈവൻ കുഞ്ഞുങ്ങൾ പോലും ഏതാണ്ട് കറക്കി വിടുന്നുണ്ടായിരുന്നു ഈ കൊച്ചു മുമ്പിൽ. ഇത് ശ്രീഹരിയുടെ അച്ഛൻ ഓൾറെഡി നമ്മുടെ ഫ്ലോറിൽ വന്നിട്ടുണ്ട്. പിന്നെ അല്ല മക്കളുടെ പേരെന്താ ഈ കുഞ്ഞിന്റെ ആ പെറുങ്ങിണിയുടെ? ശ്രീലക്ഷ്മി. അയ്യോടാ. അപ്പൊ ഇതോ മൊത്തം ഒരു ശ്രീ കുടുംബാണല്ലേ? എന്തിനാ നീ വന്നേ? ഇപ്പൊ എന്തിനാ ഇവിടെ വന്നേ? ചുണുവിന്റെ കൂടെ ഇവിടെ കളിക്കാം. ചുണുവിന്റെ കൂടെ കളിക്കാൻ. ചുണുവിന്റെ കൂടെ ഇവിടെ കളിക്കാൻ വന്നതാണ്. ഓക്കെ, ഇനി പരിചയപ്പെടുത്തത് ആരൊക്കെയാന്ന് പരിചയപ്പെടുത്ത്. ഫാമിലി. അച്ഛൻ, ഇത് ഉണ്ണി, എന്റെ സ്വന്തം ഉണ്ണി. ഇത് എന്റെ മേമേന്റെ മോൻ, സ്വന്തം മേമേന്റെ മോൻ. ഇത് മേമ, പേര് മഞ്ജു. ഇത് അനന്തകൃഷ്ണ. ഇത് ലച്ചു എന്ന് വിളിക്കാം. എനിക്ക് സ്വന്തം എന്തിട്ട് ശ്രീഷ്മ. ഇത് മാമന്റെ മോള്. ഇത് അമ്മാമ്മ, അമ്മയുടെ അമ്മ. സ്വന്തമാണോ? ശരി. ഇത് സ്വന്തം മാമ മാവീശ്വരി. ഇത് ശരണ്യ, മാമന്റെ ഭർത്താവ്, മാമന്റെ ഭാര്യ. എടാ നീ ഞാനൊന്നും പറയുന്നില്ല. അത് മാമന്റെ ഭർത്താവാണ്, മാമന്റെ ഭാര്യ. ഓക്കെ. അമ്മമ്മേ ശരിക്കും ഇവരുടെ പെണ്ണ് കാണൽ എങ്ങനെയായിരുന്നു? ശരിക്കും കണ്ടുവന്ന് പോയതാണ്. ആണോ? പിന്നെ വന്നില്ലേ? ഇതേപോലെ അങ്ങനെ പോലെ ഒന്നല്ല, നല്ല രീതിയിൽ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ പറഞ്ഞ ചമ്മി മക്കളൊക്കെ പോയി. അച്ഛനില്ലാതെ കല്യാണം കഴിച്ചു കൊടുത്ത മകളാണ്. മക്കളെല്ലാവരും അച്ഛൻ മരിക്കുമ്പോ 41 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവളുടെ കല്യാണം. അങ്ങനെ ഒരു സന്തോഷമായിട്ട് അവരെന്നെ വളർത്തി ഇത്രയുമേലാക്കി. അതുകൊണ്ട് അവരുടെ ഒരു മകനെ ഇങ്ങനെ ഒരു വേദിയിൽ വന്ന് കയറാൻ വന്നതിൽ വളരെ സന്തോഷം. ഇവിടെ ഞങ്ങൾക്ക് എത്താനും കഴിഞ്ഞതിന്. എൻ്റെ മകൻ വീണിട്ട് കാലൊടിഞ്ഞിട്ട് പ്ലാസ്റ്റർ ഇട്ടിട്ട് ഇത് കമ്പി ഇട്ടിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. മരുമകളും അവനും നാടൻ പാട്ടൊക്കെ പാടി വലിയ ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലിപ്പോൾ ഒരു പാട്ടിനൊക്കെ പോണ ഒരു വ്യക്തികളാണ്. അത് കാരണം കൊണ്ട് അതൊരു സന്തോഷം. അങ്ങനെയൊക്കെ ആയി ഇപ്പം ഇങ്ങനെ പോണു. ഇപ്പം ഞങ്ങളൊരു കുടുംബം മാത്രമേ ഉള്ളൂ. പിന്നെ മക്കളൊക്കെ കല്യാണം കഴിച്ചെടുത്ത് സന്തോഷമായിട്ട് ഇരിക്കുന്നു. ആർക്കും ബുദ്ധിമുട്ടും വിഷമങ്ങളൊന്നുമില്ല. അതേപോലെ അവ നന്നായി പോണം, നല്ലൊരു അനുഗ്രഹങ്ങൾ അങ്ങോട്ടൊക്കെ ഉണ്ടാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന എല്ലാവരും അനുഗ്രഹത്തിൽ നിന്നും ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചു. എല്ലാവരുടെയും സ്നേഹം അനുഗ്രഹമൊക്കെ അവനുണ്ട്. അവൻ്റെ ഒരു ചക്കരയല്ലേ. അപ്പൊ നിങ്ങളുടെ കുടുംബത്തിനെ മൊത്തം കണ്ടതിൽ കുറെ സന്തോഷം. സാറേ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഗംഭീര നാടൻ പാട്ട് കലാകാരിയാണ് അളിയന്റെ വൈഫ്. പാലക്കാട് ജില്ലയിലാണ്. എന്നാ പിന്നെ അതൊന്ന് കേട്ടിട്ട് തന്നെ ബാക്കി കാര്യം പോരട്ടെ. പൂങ്കുയിലേ പൂങ്കുയിലേ എത്തന നാളാണ് കാത്തിരുന്നേ നാളാന കന്നി പൊണ്ണ് നാനോ
വാടാത ரோசா கண்ணு நாளான கன்னி பொண்ணு நானும் வாடாத ரோசா கண்ணு பூங்குயிலே பூங்குயிலே எத்தனை நாளா நான் காத்திருந்தேன் பூங்குயிலே பூங்குயிலே எத்தனை நாளா நான் காத்திருந்தேன் நாளான கன்னி பொண்ணு நானும் வாடாத ரோசா கண்ணு ஆளான கன்னி பொண்ணு நானும் வாடாத ரோசா கண்ணு ஆசரதா வாசலடி ஆட போற வீதியடி ஆசரதா வாசலடி ஆட போற வீதியடி பட்டத்து யானையோட நானும் பந்தயமாட வந்தேன் பட்டத்து யானையோட நானும் பந்தயமாட வந்தேன் பூங்குயிலே பூங்குயிலே எத்தனை நாளான காத்திருந்தேன் பூங்குயிலே பூங்குயிலே எத்தனை நாளான காத்திருந்தேன் മാമന്റെ ഭർത്താവ് പൊളിച്ചു. മാമന്റെ ഭർത്താവ് കിടുക്കാച്ചി. കാര്യം ഡാൻസ് പെർഫോം ചെയ്തുകൊണ്ട് പാടുന്നു, ഒരു കുഴപ്പമില്ലാണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. അതെ, റിയലി അപ്രീഷിയേറ്റ്. താങ്ക് യു. മ്യൂസിക് ഒന്നും ഫാമിലി മൊത്തം ഇളകി എല്ലാരും. ഓക്കെ നൈസ്. അപ്പൊ എന്തായാലും നമുക്കിനി പാട്ട് എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കാം. ശ്രീനി സാർ, ഇത് ഉഗ്രനായിരുന്നു. അത് ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു. എല്ലാവരും ഹാപ്പി ഫാമിലി, അത് കൊള്ളാം. ഹാപ്പി ആവണം ജീവിതത്തിൽ. നമുക്ക് എന്ത് കഷ്ടങ്ങളുണ്ടെങ്കിലും നമ്മൾ ഹാപ്പി ആവണം. ഇങ്ങനെ ഒരു പാട്ട് പാടിയാൽ മതിയല്ലോ. അത് ശ്രീയുടെ അച്ഛനാണ്. അയ്യോ ഭയങ്കര പാട്ട്, രക്ഷയില്ല. ശരി, നന്നായി പാടി. ശരി, നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. കുറച്ച് ശ്രുതി നോക്കിയാൽ മതി, അത്രേ ഉള്ളൂ. ശ്രുതി ചിലപ്പോൾ ഷാർപ്പും ചെറുതായിട്ട് ഫ്ലാറ്റുകളിലൊക്കെ അവിടെ അവിടെ ആവുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഞാനത് സാധാരണ പറയാറില്ല, പക്ഷെ പറയിച്ചു. അതന്നെ, കുറച്ചൊക്കെ ക്ഷമിക്കും ഞാൻ. കുറച്ച് അത് മാത്രം നോക്കിയാൽ മതി ശ്രീഹരി. അത് നോക്കിയാൽ ഇയാള് അടിപൊളി വേറെ ലെവലിൽ സിംഗറാവും. ഇയാൾക്ക് ബാക്കി എല്ലാം ഉണ്ട്, സംഗതികളൊക്കെ വരുന്നുണ്ട്. പാട്ടിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് വളരെ നല്ലതാണ്, നല്ല ശബ്ദമുണ്ട്, അടിപൊളിയാണ്. നിങ്ങളെ ഫാമിലി അടിപൊളി, വേറെന്ത് വേണം? അമേസിങ്, ഗ്രേറ്റ്. ശരത് സാർ. മക്കളെ, നമ്മള് ഫാമിലിയെ പറ്റി പറഞ്ഞു, മാമന്റെ ഹസ്ബൻഡിനെ കണ്ടു, അതൊക്കെ സന്തോഷം, എല്ലാം നല്ലതാ. പക്ഷെ മകളെ, നീ ശ്രുതി മാത്രം ഒന്ന് ശ്രദ്ധിച്ചു. ഞാൻ അതേ എഴുതി വെച്ചിട്ടുള്ളൂ. തുടക്കം തന്നെ ഷാർപ്പായിരുന്നു മോൻ, പിന്നെ ചരണമൊക്കെ ആയപ്പോഴത്തേക്ക് ഭീകര ലെവലിലായി. അത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. എന്താണ് കുഞ്ഞിന് പറ്റിയത്? അത് ഒരു കൃത്യമായിട്ട് കാര്യം, നോട്ട്സ് വരെ നമുക്ക് മനസ്സിലാവാൻ പറ്റാത്ത രീതിയിലാണ് മക്കൾ പാടിയിട്ടുള്ളത്. അത് എനിക്ക് ഒരേ ഒരു ഡൗട്ടുണ്ട്, അത് മാത്രം നീ ഒന്ന് പാടിത്തരാമോ? ആ സ്വയംവര അതൊന്ന് പാടാമോ? സ്വയംവര വധുവല്ലേ മോനെ, അത് ഇപ്പൊ അതിനൊരു ക്ലാരിറ്റി കുറച്ചെങ്കിലും ഉണ്ട്. നീ പാടുമ്പോൾ അത് എന്താണ്, നീ കേൾക്കുന്നത് ആ കേൾക്കുന്നത് ഒന്നും ഒരു അന്തം വിട്ട ലെവലിലായിരുന്നു. അതുപോലെ പാടി നിർത്തുന്നത് പെരിയുണ്ട്. ആയില്യം കാവിലേ വെണ്ണിലാവേ. മോനെ, അത് വെണ്ണിലാവേ, ആ നോട്ടൊന്ന് ഹിറ്റ് ചെയ്ത്. ആയില്യം കാവിലേ വെണ്ണിലാവേ. മോനെ, വെണ്ണിലാവേ വെണ്ണിലാവേ. അത് കറക്റ്റ്. അത് കൃത്യമായി അന്ന് ആ നോട്ട്സിനൊരു ക്ലാരിറ്റി വരട്ടെ മോനെ. അതൊക്കെ കൃത്യമാക്കിക്കൊള്ളുക, അത് നമുക്ക് ഒരു ഡൗട്ട് വരരുത് കേട്ടോ. അത്രേ ഉള്ളൂ. പക്ഷെ നിന്റെ കുടുംബം കെടുക്കാച്ചിടാ. നീ ശ്രുതി കുറച്ചൊക്കെ പോയെങ്കിലും ഫാമിലിയിൽ ഒരു ശ്രുതിയുണ്ട്, അത് അസാധ്യടാ. അതങ്ങനെ തന്നെ സന്തോഷത്തോടെ നിങ്ങൾ എല്ലാവരും ഇരിക്കാം. മക്കളെ ശ്രുതി മാത്രം കുറച്ച് ശ്രദ്ധിക്കുക കേട്ടോ. ശ്രീഹരി, എന്തോ ഒരു അടിപൊളി ഫാമിലി കേട്ടോ. നല്ല അടിപൊളി എന്റർടൈനിങ് പെർഫോമൻസ് ആയിരുന്നു. ആദ്യം നമുക്ക് പിടികിട്ടിയില്ല എന്താണ് പരിപാടി എന്നുള്ളത്. പിന്നെയാണ് ഓക്കെ പെണ്ണ് കാണലാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലായത്. ആ ആക്ടൊക്കെ നല്ല രസമായിരുന്നു.
ആദ്യമായിട്ടാണ് ഈ മച്ചാത്തി സ്റ്റേജിൽ കയറുന്നതൊന്നും പറയില്ല കേട്ടോ, പാർവതിയുടെ സൈഡിലിരിക്കുന്നത്. എന്തു ഡാൻസ് ആണെന്നറിയോ? എന്തായാലും ശ്രീഹരിയുടെ സ്വന്തം അമ്മ. ഒരു രക്ഷയില്ലായിരുന്നു. ഭയങ്കര ആക്റ്റീവ്. അതായത് സ്റ്റേജില് നിങ്ങൾ എല്ലാവരും ആക്ച്വലി സ്റ്റേജ് ഫുൾ യൂസ് ചെയ്തു കേട്ടോ. അത് ഗംഭീരായിരുന്നു, ഒന്നും പറയാനില്ല. ഇനി ശ്രീഹരിയുടെ സിംഗിങ്ങിലേക്ക് വരികയാണെങ്കിൽ കുടുംബം ശ്രീഹരിയെ പിടിച്ചു നിർത്തി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ ഫോക്കസ് കംപ്ലീറ്റ് അങ്ങോട്ടേക്കായിരുന്നു. ശ്രീഹരി പാടിയത് ഒരു ഭാഗവും എനിക്ക് ശ്രുതിയിൽ വീണില്ല. കുറേ ഇതായിരുന്നു, ഷാർപ്പ് ആവുന്നു, ഫ്ലാറ്റ് ആവുന്നു, ഇങ്ങനെ വേവർ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അവസാനത്തെ പ്ലാൻ കൂടി ആയപ്പോഴേക്കും നമ്മൾ അവസാനം സ്റ്റാമ്പും കൂടി ഒട്ടിച്ചു ഈ അവസാനത്തെ വെണ്ണിലാവെ. അപ്പൊ ശ്രുതി ആണ് ഇന്നത്തെ നമ്മുടെ വിഷയം, വില്ലൻ. അപ്പൊ അത് നെക്സ്റ്റ് ടൈം വരുമ്പോൾ അത് കറക്റ്റ് ചെയ്ത് വരിക കേട്ടോ. സാധാരണ രീതിയിൽ ശ്രീഹരി ഇങ്ങനല്ല പാടാറ്. എന്തെങ്കിലും തൊണ്ടയടപ്പോ അങ്ങനെ മൂക്കടപ്പോ വയറ്റില് വല്ല അസുഖമോ വരെയോ എന്തെങ്കിലും ഉണ്ടോടാ? ഓക്കെ, അപ്പൊ ശ്രുതിയാണ് ഇന്നത്തെ പ്രശ്നം, അത് നോക്കുക കേട്ടോ. ബാക്കി ഫുൾ കുടുംബം ഹാറ്റ്സ് ഓഫ്, അടിപൊളി. അതുപോലെ അയ്യോ അടിപൊളി കേട്ടോ. അതുപോലെ ചക്കരെ, നിങ്ങളുടെ മുടി അത് ഇതാണോ യഥാർത്ഥ സ്റ്റൈൽ, അതോ ഇതിനു വേണ്ടി ഇങ്ങനെ ആക്കിയതാണോ? അല്ല 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 അല്ല, ഇങ്ങനല്ല സ്റ്റൈൽ, സാധാ സ്റ്റൈലാണ്. കേറിയപ്പോ എന്നോട് പറയണേ ഞാൻ ഇങ്ങനെ ഇതില് ലുക്കാന്ന്. പെട്ടെന്നായിരുന്നു ഇങ്ങനെ ഒരു മാറ്റം സംഭവിച്ചത്. ഇത് നന്നായിട്ടുണ്ട്, ഇത് നന്നായിട്ടുണ്ട്. വന്നപ്പോ തന്നെ ക്യാരക്ടറേ മാറിപ്പോയി, ചെയ്ത് വന്നതായിരുന്നില്ല. ആണല്ലേ? ഓ, ഇത് അവിടുന്ന് കാണിച്ചൊക്കെ ശ്രീഹരിയുടെ തലക്കടിച്ചിട്ട് പുറകോട്ട് വീട് അങ്ങനെ തന്നെ പോസാവുന്നതും എല്ലാം ഭയങ്കര രസമായിരുന്നു. അല്ല, ഇദ്ദേഹം അമ്മയുടെ കാലിൽ വീണിട്ടുള്ള ഒരു പരിപാടി ഉണ്ട്, നീന്താണ്. എന്തോ ചോദിക്കണ്ടേ ശ്രീഹരിയുടെ അച്ഛനെ? ചോദിക്കേ. അല്ല, ഞാൻ പാർവതിയോട് പറയായിരുന്നു, 2 സാർമാരും കൂട്ടി ഒരു 4 വരിഞ്ഞ ഇതേപോലെ ഒരു അസുലഭ മുഹൂർത്തം ഇനി ഉണ്ടായിന്ന് വരില്ല. അപ്പൊ 2 പേരെ പാട്ട് കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ പറയുന്നു, 2 പേരെ കൊണ്ട് 4 ഇരുന്ന് പാടിപ്പിക്കാൻ പറയായിരുന്നു. അല്ല, ഞങ്ങളുടെ 3 പേരും കൂടെ പാടിച്ചേരാം. അന്ന് 3 പേരും. കാരണം അതല്ല, ഇനി ചിലപ്പോ ഇതേപോലെ ഇവിടെ കയറി നിൽക്കാൻ പറ്റിന്ന് വരില്ല. കഴിഞ്ഞില്ല ഒരു നമ്മുടെ ഫാമിലി റൗണ്ട്. അപ്പൊ ഒരു ആഗ്രഹം, അങ്ങനെ ശ്രീഹരിയുടെ ഫാമിലിയുടെ ഒരു ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കാൻ പോവാണ്. റെഡി ശരത് സാർ, ശ്രീനി സാർ, ഷാനിക? ഓക്കെ. അത് അവര് കുടുംബമായിട്ട് വന്നപ്പോ ഞങ്ങള് ഫ്രണ്ട്ഷിപ്പിന്റെ പാട്ട് അവർക്ക് വേണ്ടി പാടുക. ഓ നൈസ്, ഓക്കെ, താങ്ക് യു. ഇവര് തമ്മിലുള്ള ഒരു ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബോണ്ട് നമ്മൾ കണ്ടു. അതുകൊണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് സോങ്, ഓക്കെ, എവർഗ്രീൻ ഫ്രണ്ട്ഷിപ്പ് സോങ്. ഓക്കെ. സൂപ്പർ, താങ്ക് യു സോ മച്ച്. സന്തോഷായോ? ഓ, ഭയങ്കര സന്തോഷമായത്. എന്നാ പിന്നെ മാർക്ക് ചോദിക്കാം. ഓ ഓക്കെ, ഇത്രയും സന്തോഷത്തിന്റെ ഇടയ്ക്ക് മക്കളെ 7.5 മാർക്ക്. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു ശരത് സാർ. ഷാനിക 7.5. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക. സോ ടോട്ടൽ 15 മാർക്സ്. ഓക്കെ, അടിപൊളി. ഇനി 2 റൗണ്ട്സ് ഉണ്ട്, അതും അടിപൊളിയാക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.